ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എണ്ണീറ്റേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പിത്തൂട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അവൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാഹുലേട്ടൻ പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഒരുങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഈ ഒരു സാരിയാണ് ഉടുക്കുന്നത്. ഇത് രാഹുലേട്ടൻ്റെ അമ്മമ്മ എന്നാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സാരിയുടെ ബ്ലൗസ് എൻ്റെ കല്യാണ സാരിയുടെ ബ്ലൗസാണ്. ഏകദേശം കുഴപ്പമില്ലാതെ ഇപ്പോഴും ചേരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിത്തൂട്ടനെ ആണെങ്കിൽ ഒന്ന് തുടച്ചിട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. അവൻ ഏകദേശം ഉറക്കപ്പിച്ചയിലും ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പോകുന്നത് ചെട്ടികുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാമല്ലോ, നവരാത്രി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പിത്തൂട്ടന് 2.5 വയസ്സായതുകൊണ്ട് തന്നെ അവന് നമുക്കിനിയിപ്പം എഴുത്തിനിരുത്താൻ പോകും. അപ്പോൾ ഇത്ര നേരത്തെ എഴുത്തിനിരുത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഇനിയിപ്പോൾ അടുത്ത വിദ്യാരംഭം വരുമ്പോൾ അവന് എന്തായാലും 3.5 വയസ്സാവും. അപ്പോൾ 2.5ക്കും 3നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് സാധാരണ എഴുത്തിനിരുത്തുക. അപ്പോൾ നമ്മളിതാ രസീതൊക്കെ എടുത്തിട്ട് നേരെ ഇനിയിപ്പോൾ ഒന്ന് എഴുത്തിനിരുത്താൻ പോകണം. അപ്പോൾ നമ്മളെ മലയാള മനോരമയുടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു സാറാണ് കേട്ടോ അവനെ എഴുതിച്ചത്. അപ്പോൾ പിത്തൂട്ടനാണ് അവിടെ അരിയൊക്കെ വാരി എറിയുക. പുള്ളി പാവം ചിരിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടില്ല, പക്ഷേ ഇവൻ കുഞ്ഞായതുകൊണ്ട് ഇവൻ്റെ കാട്ടായൊക്കെ കണ്ടിട്ട് പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തായാലും അവൻ്റെ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അവനെ കൊണ്ടുപോകണമെന്നുള്ളത്. അങ്ങനെ ഞാനും രാഹുലേട്ടനും കൂടി അവിടെ ഇങ്ങനെ എല്ലാവരും മണ്ണിലിരുന്ന് ഇങ്ങനെ എഴുതുന്നുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് എഴുതി കേട്ടോ. അപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും അത് ചെയ്യുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളും അത് എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് എന്തായാലും കുറേ ദിവസമായി. എനിക്ക് ഡബ് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനോ ഉള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പിത്തൂട്ടൻ്റെ ആദ്യാക്ഷരം കുറിച്ചത് ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇനിയുള്ള മുമ്പോട്ടുള്ള ലൈഫിൽ നിങ്ങളുടേത് വേണം. അപ്പോൾ ഇത്രയും നാളും സ്നേഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടെല്ലാം ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഒരു കാര്യം അറിയിച്ചില്ലെങ്കിൽ പിത്തൂട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങളെ അതൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് എന്തായാലും ഇറങ്ങിയപ്പോൾ എനിക്ക് രാഹുലേട്ടൻ മുല്ലപ്പൂ വാങ്ങി തന്നു കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് മുല്ലപ്പൂ വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു മുഴം പൂവിനൊക്കെ 80 രൂപയാണ് എന്തായാലും. അങ്ങനെ ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ചു. ഞങ്ങൾ ഇനി ഓച്ചിറ അമ്പലത്തിലൊന്ന് പോവുകയാണേ. അതിന് മുന്നേ കയറി നമ്മളൊരു കായംകുളത്തെ ശ്രീഹരി ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശ കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ പോയത്. പക്ഷെ ദോശ കിട്ടിയില്ല, ദോശ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എന്തായാലും അപ്പവും മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് കഴിച്ചത്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ കാലഭൈരവനെയൊക്കെ കാണാൻ പോയി. പുള്ളിയുടെ തലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ പോയ പോലെ അല്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ടാറ്റാ ബൈ ബൈ, സീ യു.